ഒരു മനുഷ്യന് സങ്കടം വരുമ്പോൾ, ചിലപ്പോൾ അത്യധികം സന്തോഷം തോന്നുമ്പോൾ ഒക്കെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊഴുകാറുണ്ട്. മനുഷ്യരെ കൂടാതെ മറ്റു ചില ജീവികളും ഇത്തരത്തിൽ കണ്ണുനീരൊഴുക്കാറുണ്ട്, കരയാറുണ്ട്. കണ്ണിനോട് ചേർന്നുള്ള ലാക്രിമൽ ഗ്ലാൻഡാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. ലിപ്പിഡുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, വിവിധതരം പ്രോട്ടീനുകൾ, ഇലക്ട്രോലൈറ്റുകൾ, ഹോർമോണുകൾ എന്നിങ്ങനെ നിരവധി തന്മാത്രകൾ കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. കണ്ണുനീരിന് ഉപ്പുണ്ടാകാനുള്ള കാരണം അതിലടങ്ങിയിട്ടുള്ള സോഡിയം ക്ലോറൈഡാണ്. ഒരാളുടെ കണ്ണുനീരിലെ ഘടകങ്ങൾ പരിശോധിച്ചാൽ അയാളുടെ കണ്ണുകളുടെ ആരോഗ്യസ്ഥിതി അഥവാ ഹെൽത്ത് സ്റ്റാറ്റസ് പിടികിട്ടും. എന്താണ് കണ്ണുനീരിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ? കണ്ണിലെ ഘർഷണം അഥവാ ഫ്രിക്ഷൻ കുറച്ച് കണ്ണുകളെ ശരിയായ രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്ത് അടയ്ക്കാനും തുറക്കാനും സഹായിക്കുക, സൂക്ഷ്മജീവികളിൽ നിന്നുള്ള കണ്ണുകളുടെ സംരക്ഷണം, കണ്ണുകളിലെ കോശങ്ങൾക്ക് പോഷണം നൽകുക, കണ്ണുകളിലേക്ക് എത്തുന്ന പ്രകാശത്തിന്റെ ശരിയായ രീതിയിലുള്ള റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നീ പ്രക്രിയകളെ സഹായിക്കുക. ഇതെല്ലാം കണ്ണുനീരിന്റെ ധർമ്മങ്ങളാണ്. കണ്ണുനീരിലുള്ള ലൈസോസൈം എന്ന എൻസൈം അഥവാ രാസാഗ്നി കണ്ണുകളിലേക്ക് പ്രവേശിക്കുന്ന ബാക്ടീരിയകളെ പോലെയുള്ള സൂക്ഷ്മജീവികളെ ചെറുക്കാൻ സഹായിക്കുന്നു. നമ്മുടെയൊക്കെ കണ്ണുനീരിനെ പൊതുവെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാറുണ്ട്. 1. ബേസൽ ടിയേഴ്സ്, കണ്ണുകളെ സംരക്ഷിക്കുക, കണ്ണിലെ കോശങ്ങൾക്ക് പോഷണം നൽകുക എന്നീ അടിസ്ഥാന ചുമതലകൾ നിർവഹിക്കുന്ന തരം കണ്ണുനീരിനെ ബേസൽ ടിയേഴ്സ് എന്ന് വിളിക്കുന്നു. 2. റിഫ്ലെക്സീവ് ടിയേഴ്സ്, കണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളോ കരടോ പൊടിയോ പോയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തരം കണ്ണുനീരാണിത്. 3. ഇമോഷണൽ ടിയേഴ്സ്, ദുഃഖമോ അത്യധികം സന്തോഷമോ തോന്നുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീരാണ് ഇമോഷണൽ ടിയേഴ്സ്. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ, അഭിനന്ദനം നിനക്ക് അഭിനന്ദനം. 1973 പുറത്തിറങ്ങിയ പണിതീരാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ രാമവർമ്മ രചിച്ച ഗാനമാണിത്. സ്ത്രീകളുടെ കണ്ണുനീരിന് എന്തെങ്കിലും സവിശേഷതകൾ ഉള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എലികളെ പോലെയുള്ള റോഡന്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് പെൺ റോഡന്റുകളുടെ കണ്ണുനീരിലെ ചില ഘടകങ്ങൾ ആൺ റോഡന്റുകളുടെ അഗ്രഷൻ അഥവാ ആക്രമണോത്സുകത കുറയ്ക്കുന്നതായി കണ്ടെത്തി. റോഡന്റുകളിൽ മാത്രമല്ല, മനുഷ്യരിലും ഇത് സംഭവിക്കാറുണ്ട്. സ്ത്രീകളുടെ കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ അഥവാ കീമോ സിഗ്നൽസ് പുരുഷന്മാരുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയാൻ കാരണമാവുകയും അതുവഴി പുരുഷന്മാരിലെ അഗ്രഷൻ 50% കുറയ്ക്കുകയും ചെയ്യാറുണ്ടത്രേ. പുരുഷന്മാരിൽ അഗ്രഷന് കാരണമാകുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. സ്ത്രീകളുടെ കണ്ണുനീരിലുള്ള ഈ പ്രത്യേക ഘടകങ്ങൾ വായുവിൽ കലർന്നാണ് പുരുഷന്മാരുടെ ഉള്ളിലേക്ക് എത്തുന്നത്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏകദേശം 62ഓളം ഓൾഫാക്ടറി റിസപ്റ്ററുകളിൽ 4 ഈ സിഗ്നലുകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്.